വെൽക്കം ടു ബയോ ക്ലാസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് വിത്തുകളെ കുറിച്ചിട്ടാണ്. ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് വിത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ അണ്ഡാശയത്തിൻ്റെ സ്ട്രക്ചർ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അണ്ഡാശയത്തിൽ എന്തുണ്ട്? ഇൻഡ്യൂഗുമെൻ്റുകളുണ്ട് അല്ലേ? ഈ ഇൻഡ്യൂഗുമെൻ്റുകൾ വിത്തിൻ്റെ ആവരണമായിട്ട് മാറുക ചെയ്യുന്നത്. അതുപോലെ തന്നെ അണ്ഡാശയത്തിലെ അണ്ഡകോശം ഭ്രൂണമായി വളരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം അവിടെ ഒരു നിർണായക ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്ത് വന്നിട്ട് 3N കണ്ടീഷനിലാണ് അത് ഉണ്ടാവുന്നത് അല്ലേ, ഡെവലപ്മെൻ്റ് ആവുന്നത്. ആ ഒരു 3N കണ്ടീഷനിലുള്ളത് എൻഡോസ്പേം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വിത്തുകളെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എൻഡോസ്പേമിക് വിത്തുകൾ, അതേപോലെ തന്നെ നോൺ എൻഡോസ്പേമിക് വിത്തുകൾ. അപ്പോൾ അതിനകത്ത് എൻഡോസ്പേമിക് വിത്തുകൾ എന്ന് പറയുന്നത് എല്ലാ വിത്തുകളിലും വിത്ത് വികാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എൻഡോസ്പേമിൽ ഭക്ഷണം അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. ചില വിത്തുകളിൽ എൻഡോസ്പേം ഭക്ഷണം സംഭരിക്കുന്നത് തുടരുകയും വേഗത്തിൽ വലുതാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വിത്തുകളെയാണ് എൻഡോസ്പേമിക് വിത്തുകൾ എന്ന് പറയുന്നത്. ഇനി ചിലതിലോട്ട് നോക്കിക്കഴിയുമ്പോൾ ഈ എൻഡോസ്പേം അവർ വളർച്ചയുടെ ഘട്ടത്തിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉപയോഗിക്കുകയും പിന്നെ അവർ കോട്ടിലിഡനുകളിലെ ഭക്ഷണം ശേഖരിച്ച് വെച്ചിട്ട് അത് മാംസളമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വിത്തുകളെ നോൺ എൻഡോസ്പേമിക് വിത്തുകൾ എന്ന് പറയും. ഇപ്പം നമ്മൾ നമ്മുടെ നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ളതിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻഡോസ്പേമിക് വിത്തുകളാണ്. പിന്നെ പയറ്, കടല അതെല്ലാം കോട്ടിലിഡനുകളുള്ള വിത്തുകളാണ്. അത് നോൺ എൻഡോസ്പേമിക് വിത്തുകളാണ്. ഓക്കെ, ഇനി ഒരു വിത്തിനെ ഒരു ഭ്രൂണം ഉണ്ടാവും, അതുപോലെ തന്നെ കോട്ടിലിഡനോ അല്ലെങ്കിൽ എൻഡോസ്പേമോ ഉണ്ടാവും. പിന്നെ അതിനെ കവർ ചെയ്തൊരു സംരക്ഷിത വിത്ത് ആവരണം ഉണ്ടായിരിക്കും, ഒരു സംരക്ഷിത കവചമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വിത്തിനെയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ബീജസങ്കലന അണ്ഡമായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു ഭ്രൂണം ഉണ്ടായിരിക്കും, കോട്ടിലിഡനുകൾ അല്ലെങ്കിൽ എൻഡോസ്പേം ഉണ്ടായിരിക്കും, പിന്നെ ഒരു സംരക്ഷിത വിത്താവരണം ഉണ്ടായിരിക്കും. ഇതിനെയാണ് വളരെ പക്വമായ ബീജസങ്കലന അണ്ഡം എന്ന് നിർവചിക്കുന്നത്. ഇനി നമുക്ക് സീഡുകളെ രണ്ട് തരത്തിൽ പറയാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് എൻഡോസ്പേമിക് സീഡുകൾ അല്ലെങ്കിൽ ആൽബുമിനസ് വിത്തുകൾ, രണ്ടാമത്തത് നോൺ എൻഡോസ്പേമിക് വിത്തുകൾ അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് വിത്തുകൾ എന്ന് പറയാം. ഇതിനകത്ത് എൻഡോസ്പേമിക് വിത്തുകളിൽ എൻഡോസ്പേമുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ പറഞ്ഞു. ഇനി ഭക്ഷണം എൻഡോസ്പേമിലാണ് സൂക്ഷിക്കുന്നത്, അവിടെ കോട്ടിലിഡനുകൾ ഉണ്ടാവില്ല. കോട്ടിലിഡനുകൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ കോട്ടിലിഡനുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചെറുതും നേർത്തതും കടലാസ് പോലെ ആയിരിക്കും ആ കോട്ടിലിഡനുകളുടെ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എൻഡോസ്പേമിക് വിത്തുകൾ അല്ലെങ്കിൽ ആൽബുമിനസ് വിത്തുകൾ എന്നാണ് അതിനെ പറയുക. ഓക്കെ, അതിലത് എൻഡോസ്പേമുകൾ അടങ്ങിയിരിക്കും. ഭക്ഷണത്തിൽ എൻഡോസ്പേമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ഭക്ഷണം എൻഡോസ്പേമിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, കോട്ടിലിഡനുകൾ ഉണ്ടാവില്ല. ഇനി എൻഡോസ്പേമിക് അല്ലാത്ത വിത്തുകൾ അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമിക് വിത്തുകൾ അല്ലെങ്കിൽ ആൽബുമിനസ് വിത്തുകളിൽ, ഓക്കെ, അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് വിത്തുകൾ, നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് വിത്തുകൾ കേട്ടോ. അതിനകത്ത് വിത്തുകളിൽ എൻഡോസ്പേം അടങ്ങിയിട്ടുണ്ടാവില്ല. ഭക്ഷണം കോട്ടിലിഡനുകളിലാണ് സൂക്ഷിച്ചു വെക്കുന്നുണ്ടാവുക. കോട്ടിലിഡനുകൾ കട്ടിയുള്ളതും മാംസളവുമാണ്. അപ്പോൾ നോൺ എൻഡോസ്പേമിക് വിത്തുകളിൽ അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് വിത്തുകളിൽ ഭക്ഷണം കോട്ടിലിഡനുകളിലാണ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിത്തിൻ്റെ ഘടനയെ കുറിച്ചിട്ടാണ്. ദ്വിബീജ സസ്യത്തിൻ്റെ വിത്തിൻ്റെ ഘടനയാണ് നമ്മൾ ആദ്യമായി പറയുന്നത്, അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡനസ് സീഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇവിടെ വിത്തിൻ്റെ പുറമേയുള്ള ആവരണം ഉണ്ടായിരിക്കും. ഇതിനെ ബീജാവരണം അല്ലെങ്കിൽ ബീജകവചം എന്നുള്ള രീതിയിലാണ് പറയുക. ഓക്കെ, വിത്തിൻ്റെ പുറത്തുള്ളതിനെ ബീജാവരണം അല്ലെങ്കിൽ ബീജകവചം എന്ന് പറയുന്നു. ഇതിന് രണ്ട് പാളികൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തത് ടെസ്റ്റ, ഉള്ളിലത്തെ ടെഗ്മൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബീജാവരണം ഉണ്ടായിരിക്കും. ബീജാവരണത്തിന് രണ്ട് പാളികൾ ഉണ്ടായിരിക്കും, ടെസ്റ്റ അല്ലെങ്കിൽ ടെഗ്മൻ. നമ്മൾ ഈ ഡൈക്കോട്ടിലിഡനസ് സീഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കടലയാണ്. കടലയുടെ ഒരു സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ വന്നാൽ മതി കേട്ടോ. ഇനി അവിടെ
ബീജാവരണത്തിൽ കാണുന്ന ഒരു അടയാളം കാണപ്പെടും. ഹിലം എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഹൈലം എന്ന് പറയുന്നത്. ഇതാണ് ഹിലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈലം എന്ന്. കടലയുടെ അടിഭാഗത്ത് നമ്മൾ നോക്കിയാൽ കാണും. ദെൻ ഈ ഭാഗമാണ് രണ്ട് വിത്തുകളെ പരസ്പരം ബന്ധിച്ചിരിക്കുന്നത്. ഇനി ഹൈലത്തിൻ്റെ മുകളിൽ കാണുന്ന ഒരു ചെറിയ സുഷിരമുണ്ട്, അതിനെയാണ് മൈക്രോപൈൽ. അപ്പം മൈക്രോപൈലിൽ കൂടിയാണ് എന്ത് പുറത്തേക്ക് വരുന്നത്, ഈ നമ്മൾ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് മൈക്രോപൈലാണ് ഓപ്പണിംഗ് ആയിട്ട് ആക്ട് ചെയ്യണത്. ഓക്കെ, ഇതാണ് ഒരു ഡൈക്കോട്ടിലിഡനസ് സീഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ബീജാവരണത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഭ്രൂണം കാണപ്പെടുന്നത്. ഭ്രൂണത്തിന് ഒരു ഭ്രൂണാക്ഷവും 2 ബീജപത്രങ്ങളും ഉണ്ടായിരിക്കും. ഇതാണ് ഭ്രൂണാക്ഷം. അതിനകത്ത് 2 ബീജപത്രങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ മിക്കവയിലും ബീജപത്രങ്ങൾ മാംസളവും നിറയെ സമൃദ്ധാഹാരമുള്ളവയായിരിക്കും. ഭ്രൂണാക്ഷത്തിൻ്റെ 2 അറ്റത്തായിട്ട് എന്ത് കാണും, ഈ പറയുന്ന പോലെ ബീജമൂലവും ബീജശീർഷവും കാണപ്പെടും. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടിലിഡനുകൾ എന്ന് പറയുന്നത്. കോട്ടിലിഡനുകളുടെ 2 ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് ബീജശീർഷം, ഒരു ഭാഗത്ത് ബീജമൂലവും കാണപ്പെടും. ദെൻ ഇതിനകത്ത് ഭ്രൂണാക്ഷത്തിൻ്റെ 2 അറ്റത്ത് ബീജമൂലം എന്ന് പറയുന്നത് റാഡിക്കളാണ്. ദെൻ ബീജശീർഷം എന്ന് പറയുന്നതാണ് പ്ലൂമ്യൂള്. അതിനകത്ത് ബീജമൂലം റാഡിക്കളാണ് എന്തായി മാറുന്നത്, റൂട്ടായിട്ട് മാറുന്നത്. പ്ലൂമ്യൂളാണ് എന്തായി മാറുന്നത്, സ്റ്റെമ്മായിട്ട് മാറുന്നത്. ബീജശീർഷമാണ് സ്റ്റെമ്മായിട്ട് മാറുന്നത്, പ്ലൂമ്യൂളാണ് സ്റ്റെമ്മായിട്ട് മാറുന്നത്. ഇനി ആവണക്ക് തുടങ്ങിയ വിത്തുകളിൽ ബീജസംയോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബീജാനമാണ് ആഹാരം സംഭരിക്കുന്ന കലകൾ. അപ്പോൾ ആവണക്ക് എന്ന് പറയുന്നത് ഡൈക്കോട്ടിലിഡനൻ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും അതിനകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്, ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇവയെ ബീജാനമുള്ള വിത്തുകൾ എന്ന് പറയാം. അതായത് ആവണക്ക് പോലെയുള്ള ചില സസ്യങ്ങളിൽ, ചിലതിൽ, അതായത് മോസ്റ്റ് ഓഫ് ദി ഡൈക്കോട്ടിലിഡനസ് സീഡുകളും നോൺ എൻഡോസ്പേമിക് ആയിരിക്കും, അല്ലെങ്കിൽ ബീജാനരഹിത വിത്തുകളായിരിക്കും. പ്രധാനമായിട്ടും ഉഴുന്ന്, ബീൻസ്, പയർ, കടല ഇവയിലൊക്കെ പാകമായ അവസ്ഥയിൽ ബീജാനം കാണപ്പെടുന്നില്ല. ഓക്കെ, അപ്പം മോസ്റ്റ് ഓഫ് ദി ഡൈക്കോട്ടിലിഡനസ് സീഡും ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം ഇല്ലാത്തതാണ്. പക്ഷെ ചിലതിൽ വേരിയേഷൻസ് ഉണ്ട്. അതിൽ എക്സാമ്പിളാണ് കാസ്റ്റർ അല്ലെങ്കിൽ ആവണക്ക്. അത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആവണക്ക് ബീജാനം ഉള്ളതാണോ ബീജാനം ഇല്ലാത്തതാണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അപ്പം ഇതാണ് മൊത്തമായിട്ടുള്ള ഒരു ഡൈക്കോട്ടിലിഡനസ് അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ദ്വിബീജപത്ര സസ്യത്തിൻ്റെ സീഡിൽ ഒരു ബീജാവരണം ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് 2 കോട്ടിലിഡനുകൾ അല്ലെങ്കിൽ ബീജപത്രം ഉണ്ടായിരിക്കും. പിന്നെ ബീജാവരണത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഹിലം എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈലം എന്ന് പറയുന്ന സ്ട്രക്ചർ കാണപ്പെടും. പിന്നെ അതിനൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈല്. പിന്നെ ഒരു ബീജശീർഷവും ഒരു ബീജമൂലം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതിനകത്ത് ബീജശീർഷം പ്ലൂമ്യൂള്. അത് എന്തായി മാറാണ്, അത് സ്റ്റെമ്മായി മാറാണ്. ബീജമൂലം അത് റൂട്ടായി മാറുന്നു. ബീജമൂലം എന്ന് പറയുന്നത് റാഡിക്കളാണ്, അത് റൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ചിലത് എൻഡോസ്പേമിക് ഉണ്ടാവും, വളരെ റെയറായിട്ടാണ് എൻഡോസ്പേമിക് ഉണ്ടാവുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് ആവണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നല്ലൊരു ശതമാനം നോൺ എൻഡോസ്പേമിക് ആണ്. ബീൻസ്, കടല, ഉഴുന്ന്, പയർ, അങ്ങനെയെല്ലാം നമുക്ക് വരുന്ന ഡൈക്കോട്ടിലെ പുളി ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്ലാവ്, മാവ് ഒക്കെ ഡൈക്കോട്ടിലിഡനസ് ആണ്. അതിനെക്കുറിച്ചിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അതിലൊക്കെ എന്തുണ്ട്, കോട്ടിലിഡനുകളാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഏകബീജപത്ര സസ്യത്തിൻ്റെ ഘടന നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇത് ഏകബീജ സസ്യങ്ങളിലെ വിത്തുകളിൽ ബീജാനം സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ചില ഓർക്കിഡുകളിൽ ബീജാനരഹിതമായിട്ടുള്ള വിത്തുകളാണ് ഉള്ളത്. അപ്പം എവിടെയാണ് നോൺ എൻഡോസ്പേമിക് ആയിട്ടുള്ള വിത്തുകൾ കാണപ്പെടുന്നത്, അതായത് മോണോകോട്ടിലിഡനുകളിൽ. മോണോകോട്ടിലിഡനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മോണോകോട്ടിലിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏകബീജപത്ര സസ്യങ്ങളാണ്. ഏകബീജ
പത്രസസ്യങ്ങളിൽ പൊതുവെ എന്ത് കാണപ്പെടുന്നുണ്ട്? ബീജാനം കാണപ്പെടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ബീജാനം ഇല്ലാത്ത നോൺ എൻഡോസ്പെർമിക് ആയിട്ടുള്ള എന്നുള്ളത് ഓർക്കിഡുകളിലാണ്. എല്ലാ ഓർക്കിഡുകളിലും ഇല്ല, ചില ഓർക്കിഡുകൾ. പിന്നെ ചോളം പോലെ ഉള്ള ധാന്യങ്ങളിലെ വിത്തുകളുടെ ബീജാവരണം പാട പോലെയുള്ളതും ഫലത്തിൻ്റെ ഭിത്തിയുമായി ചേർന്നാണ് കാണപ്പെടുന്നത്. ബീജാനമാണ് അവിടെ ആഹാരമായിട്ട് വരുന്നത്. അപ്പോൾ ചോളം, മെയ്സൊക്കെ ബീജാനം ഉള്ളതാണ്. അപ്പം നമ്മളുടെ മെയ്സ്, നമ്മുടെ വീറ്റ്, നമ്മുടെ അരി, ഇതെല്ലാം ഏതിലാണ് വരുന്നത്? മോണോകോട്ടിലിഡനാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ബീജാനം കാണപ്പെടും. ഇനി ഇതിനകത്ത് വരുന്ന ഇതിൻ്റെ സ്ട്രക്ചറിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു അല്യൂറോൺ പാളി കാണപ്പെടും, ഒരു ബീജാവരണം കാണപ്പെടും, ഫലത്തിൻ്റെ ഭിത്തി ബീജാവരണം കാണപ്പെടും. ദെൻ ഈ ബീജാവരണത്തിൻ്റെ ഉള്ളിലായിട്ടൊരു അല്യൂറോൺ പാളി എന്ന് പറയുന്നത് കാണപ്പെടും. അതിൻ്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ബീജാനം കാണപ്പെടുന്നത്. അപ്പോൾ അല്യൂറോൺ പാളി എന്ന് പറയുന്നത് മാംസ്യാവരണമാണ്, പ്രോട്ടീൻ ലെയറാണ്. ഭ്രൂണത്തിൻ്റെ ബീജാനത്തിൻ്റെ പുറമേയുള്ള ആവരണമാണ് ഈ പറയുന്ന അല്യൂറോൺ പാളി. അപ്പോൾ അല്യൂറോൺ പാളിനെ കുറിച്ചിട്ട് നന്നായിട്ട് ഓർത്ത് വെക്കുന്നത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മോണോകോട്ടിലിഡനസ് പ്ലാന്റുകളിലെ അല്ലെങ്കിൽ ഏകബീജപത്രങ്ങളിലെ സീഡുകളുടെ ബീജാനത്തിൻ്റെ പുറത്ത് കാണുന്ന പാളിയാണ് അല്യൂറോൺ പാളി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത സ്ട്രക്ചറിലായിട്ട് ബീജാനത്തിൻ്റെ ഒരു വശത്തുള്ള കുഴിയിലായി ഒരു ചെറിയ ഭ്രൂണം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബീജാനമാണ് അവിടെ വലിയ സ്ട്രക്ചറായിട്ട് കാണാം. അതിൻ്റെ താഴെയായിട്ട് എന്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഭ്രൂണം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഭ്രൂണത്തിൻ്റെ ഉള്ളിൽ സ്ക്യൂട്ടല്ലം എന്നറിയപ്പെടുന്ന ഷീൽഡിൻ്റെ ആകൃതിയിലുള്ള വലിയ ബീജപത്രം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബീജപത്രം നമുക്ക് ഇവിടെ കാണപ്പെടും. സ്ക്യൂട്ടല്ലം എന്നാണ് ഈ ബീജപത്രത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന ബീജപത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടും. ദെൻ കൂടാതെ ചെറിയ അക്ഷത്തിൽ ബീജശീർഷവും ബീജമൂലവും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ബീജശീർഷം എന്ന് പറയുന്നത് പ്ലൂമ്യൂളാണ്. പ്ലൂമ്യൂൾ ഇവിടെയും കാണപ്പെടുന്നുണ്ട്, റാഡിക്കൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബീജമൂലമാണ്, റാഡിക്കളാണ് റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, പ്ലൂമ്യൂളാണ് സ്റ്റെമ്മായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഒക്കെ ഐഡിയ വന്നല്ലോ അല്ലേ? ദെൻ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത് ബീജപത്രത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. ഇനി വേറൊരു സ്ട്രക്ചറും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ബീജശീർഷവും ബീജമൂലവും യഥാക്രമം കോളിയോറൈസേ എന്നിങ്ങനെ ആവരണങ്ങളാൽ പൊതിഞ്ഞുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ബീജശീർഷത്തിനെ പൊതിഞ്ഞിട്ടുള്ളതാണ് കോളിയോപ്റ്റൈൽ, ബീജമൂലത്തിനെ പൊതിഞ്ഞിട്ടുള്ളതാണ് കോളിയോറൈസേ. ഇപ്പോൾ ബീജമൂലം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, റാഡിക്കളാണ്, ഇതാണ് റൂട്ടായിട്ട് വരുന്നത്. അതിനെ പൊതിഞ്ഞ് ഒരു ആവരണം ഉണ്ടായിരിക്കും, അതിൻ്റെ പേരാണ് കോളിയോറൈസേ. ബീജമൂലം കോളിയോറൈസേ ഓർത്ത് വയ്ക്കുക കേട്ടോ. ദെൻ അതേപോലെ ബീജശീർഷം പ്ലൂമ്യൂളിനെ കവർ ചെയ്തിട്ട് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആവരണം നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു സസ്യത്തിൻ്റെ ഏകബീജ സസ്യത്തിൻ്റെ വിത്തിൻ്റെ ഘടന നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഏകബീജപത്ര സസ്യങ്ങളിൽ അല്ലെങ്കിൽ മോണോകോട്ടിലിഡനസിൽ ബീജാനം കാണപ്പെടും. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ടൊരു ഭ്രൂണം കാണപ്പെടും. ബീജാനത്തിനെ കവർ ചെയ്തിട്ട് ഒരു പാളി ഉണ്ട്, അതിന് അല്യൂറോൺ പാളി എന്ന് പറയും. ഇനി അതിൻ്റെ ബീജാനത്തിൻ്റെ സൈഡിലായിട്ട് ബീജപത്രം കാണപ്പെടും. അതിനകത്ത് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന ഭാഗമായിട്ടാണ് അത് കാണപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ബീജമൂലവും ബീജശീർഷവും കാണപ്പെടും. ബീജമൂലം റാഡിക്കളാണ്, ഇതിനെ കവർ ചെയ്ത് കോളിയോറൈസേ ഉണ്ട്. ബീജശീർഷം എന്ന് പറയുന്നത് പ്ലൂമ്യൂളാണ്, അതിനെ കവർ ചെയ്ത് കോളിയോപ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈക്കോട്ടിലിഡനസ് സീഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്കിതിനകത്ത് പിന്നെ സീഡിൻ്റെ ഗുണം എന്താണെന്നുള്ളതായിരിക്കും ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ട്
ആൻജിയോസ്പേംസിലെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സീഡുകളാണ്. ലൈംഗിക പ്രത്യുൽപാദന രീതിയിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്നത് സീഡുകളിലൂടെയാണ് ലൈംഗിക പ്രത്യുൽപാദനം നടത്താൻ പറ്റുന്നത്. ഇനി ഇതിനെ സീഡാക്കി മാറ്റുന്നത് കൊണ്ടുള്ളത് അൺഫേവറബിൾ കണ്ടീഷൻസിൽ നിലനിൽക്കാനായിട്ട് പറ്റുകയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സീസണിൽ അതിന് ജെർമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മുളയ്ക്കാനും പുറത്തേക്ക് വരാനും സാധിക്കുന്നു. ഇനി രണ്ടാമത്തത് മറ്റ് ജീവികളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ സീഡുകൾ പരാഗണം മൂലം അല്ലെങ്കിൽ പോളിനേഷൻ മൂലം പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ഈ സീഡുകളുടെ ഘടനകൾ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതായത് പരാഗണത്തിന് സഹായിക്കുന്നു, മറ്റ് ജീവികളിൽ നിന്നും സീഡുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അൺഫേവറബിൾ കണ്ടീഷനിൽ നിലനിൽക്കാൻ സഹായിക്കുന്നു. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് വിത്തുകളാണ്. പ്ലാന്റ്സിൽ നമുക്കത് ഉൽപ്പാദിപ്പിക്കാനൊക്കെ പറ്റുന്നത് വിത്തുകൾ ഉള്ളത് കൊണ്ടാണ്. വിത്തുകൾ ഒരു സംരക്ഷണമാണ്, സസ്യങ്ങളുടെ സംരക്ഷണമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഓർത്ത് വയ്ക്കുക. സീഡുകളുടെ സ്ട്രക്ചറെ കുറിച്ചിട്ട് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. 2 രീതിയിൽ പറയുന്നുണ്ട്, ഏകബീജപത്ര സസ്യങ്ങളുടെയും അതേപോലെ തന്നെ ദ്വിബീജപത്ര സസ്യങ്ങളുടെ. അപ്പോൾ മോണോകോട്ടിലിഡൻസിലും ഡൈക്കോട്ടിലിഡൻസിലുമുള്ള പ്രധാന വ്യത്യാസം ഓർത്ത് വയ്ക്കുക. ടെസ്റ്റ ടെക്മൻ ഓർത്ത് വയ്ക്കുക. അത് സീഡിൻ്റെ കവചമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വിത്തുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. വിത്ത് വിതരണം. അപ്പോൾ നമ്മൾ വിത്തിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ വിത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, 2 തരത്തിലുള്ള വിത്തുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിത്തിൻ്റെ വിതരണ രീതികളെ കുറിച്ചിട്ടാണ്. അതിനകത്ത് വരുന്നതാണ് ഓട്ടോകോറി, അതേപോലെ തന്നെ ഭൂഗുരുത്വം ഗ്രാവിറ്റി അനുസരിച്ചിട്ടുള്ളത്, ദെൻ ബാലോകോറി. അതേപോലെ ഈ ഓട്ടോകോറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാരോകോറി ആൻഡ് ബാലോകോറി. പിന്നെ കാറ്റ്, ജലം, ജന്തുക്കൾ എന്നിവയൊക്കെ ഉള്ള രീതിയിൽ വിത്ത് വിതരണം നടക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഓട്ടോകോറി എന്ന് പറയുന്നത്. ഓട്ടോകോറി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചെടികൾ തന്നെ വിത്തുകളെ വിതരണം നടത്തുന്ന രീതിയാണ് ഓട്ടോകോറി എന്ന് പറയുന്നത്. ഈ ഓട്ടോകോറിയിൽ 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാരോകോറി, രണ്ടാമത്തത് ബാലോകോറി. അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബാരോകോറി എന്ന് പറയുന്നത് വിത്ത് ഫലവും പാകവുമാകുമ്പോൾ ചെടി തന്നെ കണ്ടെത്തുന്ന സ്വയം വിത്ത് തെറിപ്പിക്കുന്ന രീതി. അതായത് ഗ്രാവിറ്റി അനുസരിച്ചിട്ട് വിത്ത് ഇങ്ങനെ താഴേക്ക് വീഴുന്ന രീതി. നമുക്കറിയാം, നമ്മുടെ ചില ചെടികളുടെ അടുത്ത് തന്നെ ഓക്സാലിസ്, അതുപോലെ കാശിത്തുമ്പ, ബാൾസം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് പൊട്ടി വിത്ത് അവിടെ തന്നെ വീഴും അല്ലേ. ആ വീഴുന്ന വിത്തുകൾ അവിടെ തന്നെ മുളയ്ക്കുന്ന രീതി. അപ്പോൾ കാശിത്തുമ്പോ, ഓക്സാലിസ്, പുളി അരയാൽ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത് ബാരോകോറിയാണ്. പൊട്ടി വിത്ത് അവിടെ തന്നെ വീഴുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വിത്ത് താഴേക്ക് വീഴുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഭൂഗുരുത്വമാണ് അല്ലേ. ഒട്ടേറെ വിത്തുകളും ഫലങ്ങളും ഭൂഗുരുത്വത്തിന് അനുസൃതമായിട്ടാണ് താഴേക്ക് വീഴുന്നത്. ഇപ്പം നമ്മുടെ മാവായാലും മാമ്പഴമൊക്കെ വരുന്ന സമയത്ത് മാവായാലും മാവേന്ന് വരുന്ന മാങ്ങ താഴേക്ക് വീഴുന്നു, പ്ലാവിന്ന് വരുന്ന ചക്ക താഴേക്ക് വീഴുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിത്തുകൾ താഴേക്ക് വീണ് അവിടെ തന്നെ മുളയ്ക്കുന്ന കുറേ സാഹചര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിനെയാണ് ബാരോകോറി. ഇത് ഗ്രാവിറ്റി കാരണമാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ സസ്യങ്ങൾ അവരുടെ വിത്ത് സ്വയം തന്നെ തെറിപ്പിച്ച് അത് മുളയ്ക്കുന്ന ഒരു രീതിയാണ് ഓട്ടോകോറി. ഈ രീതിയിലുള്ള വിത്ത് വിതരണമാണ് ഓട്ടോകോറി. അതിനകത്ത് വരുന്നതാണ് ബാരോകോറി. ഇതിനകത്ത് തന്നെ ഈ ഓട്ടോകോറിയിൽ വേറൊരു രീതിയുണ്ട്, അതാണ് ബാലോകോറി. ഇത് കുറച്ചും കൂടിയും പ്രഷർ കൊടുത്തിട്ടുള്ള ഒരു വിത്ത് വിതരണ രീതിയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് പാകമാവുന്നതിനനുസരിച്ച് അവരതിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു ടർഗർ പ്രഷറിനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ടർഗർ പ്രഷർ കാരണം വിത്ത് വളരെ വലിയതായിട്ട് എക്സ്പ്ലോസ് ചെയ്യും, അതായത് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വളരെയധികം ദൂരത്തേക്ക് തെറിച്ചു പോകും. അങ്ങനെ ഒരു ഗ്രാവിറ്റിനേക്കാളും വിട്ടിട്ട് വളരെയധികം ദൂരത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു മെക്കാനിസമാണ് ബാലോകോറിയിൽ നമുക്ക് കാണപ്പെടുക. അതിന് ഉദാഹരണമാണ് യുറേലിയയിലാണ് ഈ ബാലോകോറി, അതായത് വളരെ ദൂരത്തേക്ക് വിത്തുകൾ തെറിച്ചു പോകുന്ന ഒരു മെക്കാനിസം നമുക്ക് കാണാൻ പറ്റുക. ഇനി അടുത്തതാണ് അനിമോകോറി എന്ന് പറയുന്നത്. അനിമോകോറി എന്ന് പറയുന്നത് കാറ്റാണ്, അറിയാലോ. നമുക്ക് അനിമോഫില്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിനേഷൻ പഠിക്കുന്ന സമയത്ത്. അനിമോഫില്ലി കാറ്റിലൂടെയുള്ള പോളിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഉള്ളതാണ് ഈ അനിമോകോറി എന്ന് പറയുന്നത്. കാറ്റ് വഴിയുള്ള വിത്ത് വിതരണം നടക്കുന്നത്. ഇത് ഒരുപാട് അനുകൂലനങ്ങളുള്ള വിത്തുകളിൽ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉള്ള വിത്തുകളിലാണ് നമുക്ക് ഈ അനിമോകോറി നമുക്ക് കാണാനായിട്ട് പറ്റുക.
അപ്പോൾ അവർക്ക് എന്തുണ്ടായിരിക്കും, കാറ്റിൽ പറക്കാൻ, കാറ്റിൽ മൂവ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള അനുകൂലനങ്ങൾ അവർക്ക് കാണപ്പെടും. അതായത് രോമങ്ങൾ കാണും, ചിറകുകൾ പോലെയുള്ള ഘടനകൾ കാണും, ഭാരം കുറഞ്ഞ വിത്തുകൾ അവയ്ക്ക് കാണപ്പെടും. അപ്പോൾ ഇത് വായുവിലൂടെ ഈസി ആയിട്ട് അവർക്ക് വിതരണം നടത്താനായിട്ട് പറ്റുന്ന രീതിയിലുള്ള വിത്തുകളായിരിക്കും അനിമോകോറി എന്ന് പറയുന്ന രീതിയിൽ വിത്ത് വിതരണം നടത്തുന്നത്. അതിന് ഉദാഹരണമാണ് അപ്പൂപ്പൻ താടി, ആസ്ലെപ്പിയാസ്, ദെൻ ഇലവ്, ബോംബെക്സ് എന്ന് പറയുന്ന ഇലവ്, അതേപോലെ എഴിലംപാല, ആൽസ്റ്റോണിയ, സൂര്യകാന്തി, സൺഫ്ലവർ. ഇതൊക്കെ ഈ പറയുന്ന പോലെ കാറ്റിലൂടെ, നമുക്കറിയാം കാറ്റിലൂടെ വിത്തുകളെ ഡിസ്പോസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ചെടികളൊക്കെ, ഇലവ്, എഴിലംപാല, സൂര്യകാന്തി ഒക്കെ. ദെൻ അടുത്തതാണ് ഹൈഡ്രോകോറി. ഹൈഡ്രോകോറി എന്ന് അറിയാലോ, ജലത്തിലൂടെ, ജലസസ്യങ്ങളിലായിരിക്കും കൂടുതലായിട്ടും ഹൈഡ്രോകോറി ഉണ്ടാവുക. ഹൈഡ്രോകോറി ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന രീതിയാണ്. ജലസസ്യങ്ങളിൽ വരുന്ന താമര, ആമ്പല്, ഇതിലൊക്കെ ഈ പറയുന്ന പോലെ ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് ഹൈഡ്രോകോറി എന്ന് പറയുന്നത്. അടുത്താണ് സൂക്കോറി. സൂക്കോറി ജന്തുക്കൾ വഴി, സൂ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ജന്തുക്കളാണ്, ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നതാണ് സൂക്കോറി എന്ന് പറയുന്നത്. അതിനകത്ത് ഉറുമ്പ് വിത്ത് വിതരണം നടത്തുന്നുണ്ട്, തേനീച്ച, ശലഭങ്ങൾ, വവ്വാല്, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയിലൂടെ ഒട്ടേറെ വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. പഴവിത്തുകളൊക്കെ നല്ലൊരു ശതമാനം വവ്വാലുകളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. മുളക് വിത്തുകൾ നമുക്കറിയാം, പലപ്പോഴും ഈ കാന്താരി മുളക് അല്ലെങ്കിൽ ചീനി മുളകും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പറമ്പുകളിൽ ഈ ചെറിയ ചെറിയ പക്ഷികൾ വഴിയും ചെറിയ ചെറിയ ജീവികൾ വഴിയാണ് അതിൻ്റെ വിത്ത് വിതരണം നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് ഉണ്ടാവില്ല, പക്ഷെ ഇവരിലൂടെ വിത്ത് വിതരണം നടത്തി കഴിയുമ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് നടക്കണം നമുക്ക് കാണാം. അതുപോലെ ഉറുമ്പുകൾ ചീരവിത്തൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മല്ലി, ഈത്തപ്പഴം, നെല്ല്, ജീരകം, ചീര, മുളക് എന്നിവയൊക്കെ നല്ലൊരു ശതമാനം എനിമൽസിലൂടെയാണ്. നെല്ല് എന്നൊക്കെ പറയുന്നത് മനുഷ്യർ തന്നെയാണ് കൂടുതലായിട്ടും വിത്ത് വിതരണം നടത്താനായിട്ട് കാരണമാവുന്നത്. അപ്പോൾ കുറേ പച്ചക്കറികൾ, ഇതൊക്കെ നല്ലൊരു ശതമാനം മനുഷ്യരിലൂടെ വിത്ത് വിതരണം നടക്കുന്നതാണ്. അവരുടെ അതിലൂടെ കിട്ടുന്ന ഫ്രൂട്ടുകൾ നമുക്ക് ഉപയോഗപ്രദമാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് വിത്ത് വിതരണത്തിലോട്ട് പോകുന്നത്. അപ്പോൾ സൂക്കോറി എന്ന് പറയുന്നത് അടുത്ത വിത്ത് വിതരണം നടത്തുന്ന രീതിയാണ്. ഓക്കെ.